നമസ്കാരമുണ്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡിബേറ്റ് സ്പേസ് മലയാളത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്ന് AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്ദേ മാതരം എന്ന ഗീതം പാടുന്നതാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ചരിത്രം രചിച്ച ദിവസമാണ്. അതെന്താണെന്ന് അറിയണ്ടേ? അതറിയുന്നതിന് മുമ്പ് Welcome to Debate Space Malayalam. Let's begin. നോക്കൂ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഒരുപാട് ചരിത്രം സൃഷ്ടിച്ച തീയതികളുണ്ട്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ഞാൻ നേരത്തെ പറയാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് പറയണ്ട, അതൊന്ന് കണ്ടു നോക്കാം. നോക്കൂ, ഈ കാഴ്ചകളെന്ന് AICC ആസ്ഥാനത്ത് സംഭവിച്ചതാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി ഉണ്ട്, ഖാഡ്ഗെ ഉണ്ട്, സോണിയാഗാന്ധി ഉണ്ട്. സ്വാതന്ത്ര്യ ആഘോഷം നടത്തുന്നതിനിടയിൽ വന്ദേ മാതരം പാടുമ്പോൾ ആദ്യത്തെ 2 സ്റ്റാൻസാന്ന് പറയുക, ഏതാണ്ട് ഒരു 9 വരിയാണ് കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിരിക്കുന്നത്. ഇതുവരെ നമ്മുടെ രാജ്യം മുഴുവൻ ആ 9 വരി 2 സ്റ്റാൻസയാണ് പാടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് മുഴുവനും പാടണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചു. പക്ഷേ ഇവിടെ കോൺഗ്രസ് അത് അംഗീകരിച്ചിരുന്നില്ല. അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ അവരുടെ തന്നെ സ്വാതന്ത്ര്യ ദിന ചടങ്ങുകളിൽ ഈ 2 സ്റ്റാൻസ് കഴിഞ്ഞ് കോടി കോടി എന്ന് തുടങ്ങുന്ന ആ വരി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ രാഹുൽ ഗാന്ധിയും ഖാഡ്ഗെയും സോണിയാഗാന്ധിയൊക്കെ അസ്വസ്ഥരാകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും ചില സംഭാഷണങ്ങൾ നടത്തുന്നതും നിർത്താൻ പറയുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ രാജ്യസ്നേഹമുണ്ട്, ദേശസ്നേഹമുണ്ട് എന്നൊക്കെ തെളിയിക്കാനായിട്ട് ചില പ്രതീകങ്ങൾ, ചില സിമ്പിളുകൾ, ചില ഗാനങ്ങൾ, ഇതൊക്കെ പരിപൂർണമായിട്ട് നമ്മൾ ആചരിക്കുകയും പാലിക്കുകയും വേണം എന്നുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നു പോകുന്നത്. ആദ്യത്തെ 9 വരി നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഈ ദേശസ്നേഹം അല്ലെങ്കിൽ വൈവിധ്യം, കൾച്ചർ, ഇതിനെയൊക്കെ വിവരിക്കുന്ന അതിമനോഹരമായ 1870 ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ അതിമനോഹരമായ ഒരു ഗാനമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ദേശീയ ഗീതമായിട്ട് 1950 നമ്മുടെ ജനഗണമന രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഈ ദേശീയ ഗാനത്തിനോടൊപ്പം അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ പാലിച്ചു പോരുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് അത് പോരാ, അത് മുഴുവനായി പാടണമെന്ന് നമുക്ക് നിർദ്ദേശം ഇപ്പോഴത്തെ ഭരിക്കുന്ന സർക്കാർ വന്നതിൻ്റെ ഫലമായിട്ട് അത് പാടണോ പാടണ്ടേ എന്നുള്ള മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ടാണോ അറിയില്ല, അവിടെ കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് ഇന്നിപ്പോൾ അതിന് തുടക്കം കുറിക്കുകയാണ്. എന്തായാലും ആദ്യത്തെ ഒരു ജാള്യത മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഞങ്ങളത് ശീലമായിക്കോളും. ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമ്മുടെ സ്മൃതി പരുത്തിക്കാട് കുറച്ച് തെളിച്ച് പറയുന്നുണ്ട്, അതങ്ങ് കേട്ടു. എന്തൊരു നാണക്കേടാണ് നോബിൾ. എന്താണ് സംഭവിച്ചതെന്ന് രാജ്യം മുഴുവൻ കാണുകയാണ്. ഇത് തത്സമയം സംപ്രേഷണം ചെയ്ത മാധ്യമങ്ങളിലൂടെ സ്റ്റോപ്പ് എന്ന് സോണിയാഗാന്ധി പറയുന്നത് വളരെ വ്യക്തമാണ്. ഖർഗെയും അസ്വസ്ഥനായിരുന്നു, രാഹുൽ ഗാന്ധിയും അസ്വസ്ഥനായി നോക്കുന്ന ദൃശ്യം നമുക്കതിൽ വ്യക്തമാണ്. എന്നിട്ട് കസേര കൊണ്ടുവരാനാണ് പറഞ്ഞെന്നുള്ള പരിഹാസ്യമായ പ്രതികരണമാണ് ഇതിൽ ജയറാം രമേശ് നടത്തിയിരിക്കുന്നത്. മറ്റു നേതാക്കളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ടോ നോബിൾ? എന്താണ് ഇത്ര നാണക്കേട് സ്മൃതി മേഡം? AICC ആസ്ഥാനത്ത് മാത്രമൊന്നുമല്ല, മേഡത്തിൻ്റെ ക്യാമറ കർണാടകയിലേക്ക്, ഹിമാചൽ പ്രദേശിലേക്ക്, തെലങ്കാനയിലേക്ക്, അവിടെയൊക്കെ കോൺഗ്രസ്സുകാരല്ലേ ഭരിക്കുന്നത്, അവരുടെ ഗവൺമെൻറ്റല്ലേ. അതൊന്ന് അങ്ങോട്ട് തിരിച്ചു വെച്ച് നോക്കൂ. വെച്ചോ? റെഡി. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച് കർണാടക സർക്കാർ. മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ സാന്നിധ്യത്തിൽ വന്ദേമാതരം ആലപിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ കാണാം. കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം.
സ്മൃതി മേഡം ആ ക്യാമറ അങ്ങോട്ട് കർണാടകയിലേക്കും തെലുങ്കാനയിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും തിരിച്ചു വെച്ചപ്പോൾ കണ്ട കാഴ്ചകൾ എങ്ങനെയുണ്ട്? വന്ദേ മാതരം മുഴുവൻ പാടുകയല്ലേ, കോൺഗ്രസ്സുകാരനല്ലേ അവിടെ ഭരിക്കുന്നത്. അപ്പം AICC ആസ്ഥാനത്ത് പാടിയത് കൊണ്ട് വലിയ നാണക്കേടൊന്നും തോന്നണ്ട സ്മൃതി മേഡം. അതൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ആകെ ഒരു സംശയം എന്താ അറിയോ മേഡം, 2026 ജൂലൈയിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ഈ വന്ദേ മാതരം മുഴുവനായി പാടുന്നത് തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അപഹസിക്കുകയോ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രശ്നമുണ്ടാക്കുകയോ ചെയ്താൽ പിഴയോ 3 വർഷം തടവോ അല്ലെങ്കിൽ രണ്ടും കൂടെയോ ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട് അത്രേ ഈ നിയമം. ഇനിയിപ്പോൾ ഈ പാടുമ്പോൾ തടസ്സപ്പെടുത്തി എന്ന് തോന്നുന്ന വിധത്തിൽ രാഹുൽ ഗാന്ധിയും ഖാർഗെയും സോണിയാഗാന്ധിയൊക്കെ അവിടെ ചെയ്തത് ഇനി ആ വിഭാഗത്തിലെങ്ങാനും പെട്ട് അത് കേസാകുമോ എന്നൊന്നും അറിയില്ല. അതൊക്കെ നിയമജ്ഞർ പറയേണ്ടതാണ്. അങ്ങനെ വല്ല നീക്കം ഉണ്ടാകുമോ എന്നറിയില്ല. ആരാണ് ഈ പണി പറ്റിച്ചതെന്നും അറിയില്ല. കോൺഗ്രസ്സുകാരനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ, ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും നുഴഞ്ഞു കയറിയതാണോ, അതോ റെക്കോർഡിട്ടതാണോ, അത് ആൾ തന്നെ പാടിയതാണോ, പുറമേ നിന്ന് കോൺഗ്രസ്സുകാരല്ലാത്തവർ വന്ന് പാടിയതാണോ, അതൊക്കെ ഇനിയൊക്കെ ഒരു അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ടതാണ്. എന്തായാലും ആ രീതിയിലൊരു നാണക്കേടായില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഉദ്ദേശിക്കാതെ പാടിപ്പോയി എന്നുണ്ടെങ്കിൽ അത് നാണക്കേടാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന് അപ്പോഴും തലയുയർത്തി നിൽക്കാം. പിന്നെ ഉള്ള ഏക കോൺഗ്രസ് ഗവൺമെൻറ് കേരളത്തിലാണ്. ഇവിടെ പാടാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്ന് സ്മൃതി മേഡത്തിന് അറിയോ? വെറുതെ പാടാതെ പോയതൊന്നുമല്ല, ഇവിടെയും പാടിയേനെ. ഇവിടെ അവിടുത്തെ പോലെ പ്രതിപക്ഷങ്ങൾ ഈ കർണാടക, ഹിമാചൽ പ്രദേശ്, തെലുങ്കാനയിലൊക്കെ ഉള്ളതുപോലെ BJP അല്ല ഈ കോൺഗ്രസ് അല്ലെങ്കിൽ അധികാരത്തിൽ വരാനുള്ളത്. എന്നാൽ ഹിമാചൽ പ്രദേശിലും തെലുങ്കാനയിലും ഈ കർണാടകയിലും ഒക്കെ കോൺഗ്രസിൻ്റെ മുഖ്യ എതിരാളി BJP ആണ്. അതുകൊണ്ടാണ് അവർ പേടിച്ച് അതൊക്കെ പാടിയത്. ഇവിടെ പക്ഷേ ഇടതുപക്ഷമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിട്ടുള്ളത്. അവർ ഈ നിലപാടിൽ അതിശക്തമായ നിലപാടുള്ളവരാണ്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ പേടിച്ചുകൊണ്ടാണ് ഇവിടുത്തെ UDF-കാർ, കോൺഗ്രസ്സുകാർ അത് പാടാതെ പോയത് എന്ന് നമ്മളൊരു നിഗമനത്തിലെത്തേണ്ടി വരും. അല്ലായിരുന്നുവെങ്കിൽ ഇവിടെയും പാടിപ്പോയേനെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി വരുന്നുണ്ട്. അത് എത്ര കാലം കഴിഞ്ഞ് ഉണ്ടാവും എന്ന് മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി എന്നാണ് ചില ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾ, ചില നേതാക്കളൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ, ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷം ശക്തമായതുകൊണ്ട് അവരെ ഭയപ്പെട്ടുകൊണ്ടാണ് UDF അങ്ങനെ ഒരു സംഗതിക്ക് മുതിരാതിരുന്നത്. അല്ലെങ്കിൽ അതും ഇപ്പം നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ നിഗമനം. അത് നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ.